ഇങ്ങനെ പുലർച്ചെ ഒരു 2:30-2:45 എണീച്ച് കുളിച്ചൊക്കെ ഡ്രസ്സ് മാറി ഇങ്ങനെ മേക്കപ്പ് ചെയ്യാതിരിക്കട്ടെ. അപ്പോൾ ഈ ചെറുതായിട്ട് ഉറക്കൊക്കെ ഉണ്ട്. കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരുങ്ങാതിരിക്കുന്നത് ഇത്രയും നേരത്തെ. അതും പിന്നെ പൊന്നേച്ചി കുറേ നാളെ എനിക്ക് മേക്കപ്പ് ചെയ്ത് തന്നിട്ട്. അപ്പോൾ എനിക്ക് ഒരുങ്ങലൊക്കെ കഴിഞ്ഞ് എൻ്റെ കണ്ണാടിയിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. കുറേ നാൾക്ക് ശേഷം ചേച്ചി മേക്കപ്പിൻ്റെ മുഖത്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗി ഉണ്ടായിട്ടാ. എനിക്ക് തന്നെ നല്ല ഭംഗി തോന്നി. ഞാന് ആഗ്രഹിച്ചൊരു ലുക്കാ. അതാണ് എനിക്ക് വേറെ കുഞ്ഞിനെ ഇപ്പൊ തുടങ്ങിയതല്ലോ കുഞ്ഞിന്റെ ഫേസ് കറക്റ്റാ. നല്ല ഫേസില് എന്റെ മോള് വെച്ചാറല്ല. എന്റെ മോള് മേക്കപ്പ് ഫിനിഷിങ് മഞ്ഞുന്റെ മേക്കപ്പ് ഫുള്ളും സ്കിന്നോട് കൂടി വെച്ചത്. എനിക്കത് പെട്ടെന്ന് എനിക്ക് എന്റെ ഫേസിന് ഇഷ്ടമുള്ളൂ. എനിക്കിങ്ങനെ കുറെ മുടി ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഇതാണ് എന്റെ മനസ്സില. അയ്യോ എനിക്ക് എത്ര കണ്ടാലും മതിയത്. ഇന്നത്തെ ദിവസം ഫുള്ള് അല്ല ചണ്ട ബുള്ളറ്റ് ഞാൻ പക്ഷെ വിചാരിച്ചായിരുന്നു എല്ലാരും കൂടി ഡ്രസ് മാറി പോയിട്ട് എടുക്കായിരുന്നു. ഒന്നുകൂടി നന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതാ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഒരു റീൽ എടുക്കാൻ വേണ്ടി ഇറങ്ങാട്ടോ. അപ്പം ഞാനും പൊന്നേച്ചൊക്കെ ഇവിടെ എന്തൊക്കെയോ സംസാരിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ വന്നിട്ട് അകത്ത് കുറച്ച് വീഡിയോസ് എടുക്കുകയാണ്. ഒരുങ്ങിയത് അങ്ങനെ അയക്കാൻ തോന്നുന്നില്ല. 2-3 മണിക്കൂറിനുള്ളിൽ ഷൂട്ട് കഴിഞ്ഞാലും ഇത്രയും മണിക്കൂർ എന്ന് ചേച്ചി ഒരുക്കിയതല്ല. അതങ്ങനെ അയക്കാൻ തോന്നുന്നില്ല കേട്ടോ. പിന്നെ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കാണാൻ ആഗ്രഹിച്ച കല്യാണ ലുക്കാണ്, പിന്നെ നല്ല ഭംഗിയൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഡ്രസ്സ് മാറാൻ പോലും സമ്മതിക്കുന്നില്ല. നല്ല ഭംഗിയുണ്ട്, കുറച്ച് നേരം കൂടി നിൽക്കുന്ന പറയുന്നത്. പിന്നെ അമ്മ ഭംഗിയുണ്ടെന്ന് പറയുന്നത് ആരിഞ്ഞൊന്നും പറയണ്ട. അമ്മയുടെ മോളായതുകൊണ്ട് എനിക്ക് എപ്പോഴും പറയില്ല കാക്കിക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന്. അതുകൊണ്ടായിരിക്കും കേട്ടോ. അല്ല കുറേ കമൻസ് കണ്ടു അത്ര ഭംഗിയൊന്നും തോന്നിയില്ല എന്ന്. എനിക്കും അമ്മയ്ക്കൊക്കെ നമ്മളെ സ്വന്തമായിട്ട് ഭംഗി തോന്നുമല്ലോ. സമയം വൈകിട്ട് 5:30 സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ കാറ് ഷോറൂമിലായിരുന്നല്ലോ, അതെടുക്കാൻ വന്നിട്ടുള്ളൂ. ഒരു പ്ലാനും ഇത്ര ദിവസമായിട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളുള്ള തെറ്റാണ് അല്ലേ. നമ്മളൊന്നും പ്ലാൻ ചെയ്തില്ല. ഒക്കെ പിന്നെ ആവട്ടെ നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് അങ്ങനെ ഇന്നലെ നമ്മൾ ഷൂട്ട് കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോയിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് എപ്പോഴാണ് നമ്മൾ ഇന്നലെ പോയത്? ഒരു 1:30 അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ എത്തുമ്പോൾ 3 മണിയായിട്ടാ. നമ്മൾ ഷെബിഞ്ഞാൻ്റെ ബൈക്ക് എടുത്തിട്ട് പോന്നു. എന്നിട്ട് 1:30-3 മണി അവിടെ എത്തുമ്പോൾ അയ്യോ ബൈക്ക് യാത്രയുണ്ട്, ക്ഷീണിച്ച് പപ്പടായിട്ടാണ്. അത് കഴിഞ്ഞ് ഇപ്പം എനിക്കിപ്പോൾ നേരെ വൈകി പിന്നെ അമ്പലത്തിൽ പോകണമെന്നൊക്കെ പ്ലാനിങ് ഉണ്ടായി. പിന്നെ എനിക്ക് പറ്റാണ്ടായിട്ട് അമ്പലത്തിൽ പോക്കും നടന്നില്ല. അപ്പം എല്ലാ പ്ലാനിങ്ങും കൂടി അലമ്പായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്നും നടന്നിട്ടില്ല. പിന്നെ ഇനി പോയിട്ട് വേണം ഡ്രസ്സ് എടുക്കാനും, ഷോപ്പിൽ പോകണം, കേക്ക് ഒന്ന് കട്ട് ചെയ്യണം. പിന്നെ നാളെ ഞങ്ങൾക്കൊരു യാത്ര പോകണം അല്ലേ. ഇന്ന് പോകണമെന്നാണ് വിചാരിച്ചത്. പിന്നെ കഴിക്കടയുന്നുണ്ട്. ഇന്ന് പോകണമെന്നാണ് വിചാരിച്ചത്. പിന്നെ അതൊന്നും നമ്മൾ പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് ഇന്നത്തെ കാര്യം നടന്നില്ല. ഇനി എന്തായാലും നാളെ പോവാ അല്ലേ. അപ്പൊ അച്ഛനമ്മ ഇപ്പൊ ഞങ്ങളെ കൊണ്ടിവിടെ ഇറക്കിയിട്ട് പോയിട്ടുള്ളൂ കേട്ടാ. അച്ഛനമ്മയൊക്കെ ഇതാ ഇപ്പൊ ഞങ്ങളിവിടെ ഇറക്കിയിട്ട് അവര് പോയി. അപ്പോഴേക്കും പറഞ്ഞു അവര് ഡ്രസ്സൊക്കെ മാറി സെറ്റായി നിൽക്കാൻ, നിങ്ങൾ വേഗം പോരേന്ന് പറഞ്ഞു. അയ്യ അങ്ങനെ നമ്മളെ റോഡിന്റെ അവസ്ഥ ചെയ്യണ്ടാണ് കേട്ടാ. അപ്പൊ അവരെല്ലാം സെറ്റ് ചെയ്ത് നിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ചേട്ടനാണേലും ഇന്ന് ഞങ്ങൾ പ്ലാൻ ഒന്നും ചെയ്യാത്തോണ്ട് അവര് സിനിമക്ക് കയറിയിട്ടുണ്ട്. പിന്നെ ഒരു പ്ലാൻ ഉണ്ടായില്ല. ഞാന് ഒരു 4:30-4:45 ഞാൻ കയ്യിൽ തന്നെ പിടിക്കേണ്ടി വരും. കയ്യുമ്പോ ഇത്ര അളകൂല. ഞാനൊരു ഒരു 4:30-4:45 ആകുമ്പോഴാണ് പൊന്നിച്ചോട് വിളിച്ചു പറഞ്ഞു നമുക്കൊന്ന് ഷോപ്പിൽ പോയിട്ട് കേക്ക് മുറിക്കാം. അപ്പൊ പൊന്നിച്ച് പറഞ്ഞു അയ്യോ ഞാൻ അപ്പോഴേക്ക് സിനിമ ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞു. നമ്മളന്ന് സിനിമയ്ക്ക് പോയപ്പോൾ ചേച്ചി ഉണ്ടായില്ല. അപ്പൊ അവര് ആ സിനിമ കാണാൻ വേണ്ടി ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അവരെന്തായാലും പിന്നെ ഷോപ്പിൽ തന്നെയാണ് ബുക്ക് ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞ് നേരെ ഇറങ്ങുമ്പോഴേക്കും നമ്മൾ എത്തുള്ളൂ. അപ്പൊ തന്നെ 5:30 ആയി. നമുക്ക് ഇനി ഡ്രസ്സ് എടുത്തിട്ട് വീട്ടിൽ പോയി ഒരുങ്ങിയൊക്കെ പോകുമ്പോഴേക്കും സമയം.
പിന്നെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി കൊണ്ട് അതിൻ്റെ ത്രില്ലൊക്കെ ആയിരുന്നു. പക്ഷെ പ്ലാനൊന്നും ചെയ്തില്ല. എന്താണ് ഏട്ടാ പ്ലാൻ ചെയ്യുന്നത്? അല്ല ഞങ്ങളെല്ലാ കാര്യം അങ്ങനെ തന്നെ ഏട്ടാ, ഞങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കൂല. എന്താന്നറിയോ, പ്ലാൻ ചെയ്ത് ഷൂട്ടിന് മാത്രം പ്ലാൻ ഉണ്ടായല്ലോ. പ്ലാൻ ചെയ്തിട്ട് ഇനി നടന്നില്ലെങ്കിലോ വെച്ചിട്ടാണ് കേട്ടാ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ട്രിപ്പായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായി. പിന്നെ ഈ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രിപ്പും പോകണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇന്നലെ എന്തായാലും വിചാരിച്ച് പോവാന്ന്. പിന്നെ ഇന്നലെ നോക്കിയപ്പോഴേക്കും കിട്ടിയില്ല. അത്രയും ലൈറ്റായി നമ്മൾ നോക്കുമ്പോൾ 2 മണി 3 മണിക്ക് നോക്കിയത്. അപ്പോൾ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാകും. പിന്നെ ഇന്ന് പോകുമ്പോഴും വൈകി വരും. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ പോയില്ല. ഇനി എന്തായാലും നാളെ പോവാം. പെട്രോൾ അടിച്ചിട്ടുണ്ടായി വരുമ്പോ എന്താന്നല്ല. അപ്പൊ നമ്മള് കാറ് ഇതൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുപോട്ടെ. അപ്പൊ ഒരാഴ്ചയില്ല കാറില്ല, ഒരാഴ്ച അവിടെ ആയിരുന്നു. പിന്നെ വീട്ടിലായതിന്റെ അത്ര അറിഞ്ഞില്ല. എന്തെങ്കിലും ആവശ്യത്തിന്റെ അച്ഛൻ്റെ കൂടെ പോകും. പിന്നെ ഇപ്പൊ ചേട്ടന്റെ ബൈക്കും കൂടി ഉള്ളാനോ അങ്ങനെ അതെടുത്തിട്ട് പോണാൻ അങ്ങനെ അറിഞ്ഞില്ല. എന്തായി വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്താ പറയാനുള്ള ഒന്നും പറയാനില്ല. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എല്ലാരും വിഷ് ചെയ്യുക അതല്ലേ. അപ്പൊ നമ്മുടെ ഫോട്ടോസിന്റെ ഒക്കെ അഭിപ്രായം ഇതില് പറയണട്ടാ. കണ്ടോല് നമ്മൾ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ റീലൊക്കെ. സത്യം പറഞ്ഞ ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു സെറ്റായിരുന്നല്ലോ ഷൂട്ട്. അടിപൊളി ഷൂട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് രണ്ടാൾക്ക് വീഡിയോ കാണുമ്പോഴും കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലമായിട്ട് ഞങ്ങൾക്കൊരു മാറ്റം തോന്നുന്നില്ല. ഒരേപോലെ തന്നെ തോന്നണം ഇപ്പോഴും അല്ലേ. അപ്പൊ ഞങ്ങൾ തന്നെ ചിന്തിച്ച് കൊറേ കൊല്ലം വെഡിങ് ആനിവേഴ്സറി ഇതേപോലെ ഒരേപോലെ ഇരുന്ന് ആഘോഷിക്കാൻ പറ്റണത്. പിന്നെ അടിപൊളിയായിരുന്നു കേട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞു ഷൂട്ടൊക്കെ അല്ലേ. ഒരു 2 മണിക്കൂറിനുള്ളിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കല് കഴിഞ്ഞു. ഞങ്ങളൊക്കെ സ്ഥലപ്പെടാതെ പെട്ടെന്ന് ഒറ്റ ടേക്കിലല്ല ശരിയാക്കിയിട്ടുണ്ട്. ശരിയായിട്ടാ. പിന്നെ കൊറേ പേര് നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടോ ഷൂട്ടിനെ കുറിച്ചിട്ട്. ഇങ്ങനെ ഒരു ഷൂട്ട് എനിക്ക് നല്ല ആഗ്രഹമുണ്ടായി. വെഡിങ് ആനിവേഴ്സറി ആകുമ്പോൾ നല്ലൊരു ഫോട്ടോ ഇടാൻ വേണം. എനിക്കെന്ന് വെച്ചാൽ നല്ല മടിയാ ഫോട്ടോസ്. ഇങ്ങനെ പുറത്ത് പോകുമ്പോ ഒന്നും ഇങ്ങനെ എടുത്ത് വെക്കില്ല. ചില കപ്പിൾസിന്റെ ഇങ്ങനെ കുറേ ഫോട്ടോസ് ഉണ്ടാവും. ഞങ്ങളുടെ അങ്ങനെ ഫോട്ടോസ് കുറവായിരിക്കും. പിന്നെ വ്ളോഗ് എടുക്കണ ഫോട്ടോസ് എടുക്കണ കുറവായിരുന്നു കേട്ടാ. അപ്പൊ എനിക്ക് നല്ല നല്ല ഫോട്ടോസ് ഇടാൻ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. പക്ഷെ ഇത്രയും സൂപ്പറാവെന്ന് വിചാരിച്ചില്ല. റോഡിന്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ് കേട്ടാ. അപ്പൊ ഇനി ശോഭയിൽ പോണ കാര്യങ്ങളും ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് നമ്മളിതാ രാത്രി ഒരു 7:30 ആയിട്ടാണ് നമ്മൾ ശോഭ സിറ്റിയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. അപ്പം ഞാൻ സാരി എടുത്തത് വേറെ ഒന്നുമല്ല, നമ്മൾ പുതിയ ഡ്രസ്സൊന്നും അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായില്ല. ഒരു പ്ലാനിങ്ങും ഉണ്ടായില്ല. കേക്ക് മുറിക്കാനോ എങ്ങോട്ട് പോകണമെന്നോ ഒന്നും ഉണ്ടായില്ല കേട്ടോ. ഒരു പ്ലാനിങ്ങും ഉണ്ടായില്ല. വർക്കും കാര്യങ്ങളും തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിലുണ്ടായ ഒരു പുതിയ സാരി എടുത്തിട്ട് അമ്മ എടുത്തന്നു. പിന്നെ ഏട്ടനൊരു പുതിയ ഷർട്ടും ഇരിക്കുന്നുണ്ടായിട്ടാ. അതുകൊണ്ടാണ് ഞാൻ സാരി എടുക്കാൻ കാരണം. വേറെ പുതിയ ഡ്രസ്സൊന്നും അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായില്ല. പിന്നെ ഈ സാരി ആണെങ്കിലും അമ്മയ്ക്ക് എന്നെ സാരി എടുത്ത് കാണണമെന്നും കൂടി പറഞ്ഞപ്പോൾ ഞാൻ സാരി എടുത്തുട്ടോ. എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടമായി. ഈ സാരിയൊക്കെ നമ്മുടെ കൃപയിലുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരുങ്ങുന്നുണ്ട്. അമ്മോടൊക്കെ എന്തൊക്കെ സംസാരിച്ചിട്ട് എൻ്റെ വീട്ടിലെത്തി ഞാൻ ഈ റൂമിലിരുന്നിട്ട് ഒരുങ്ങാൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുങ്ങാൻ ഇഷ്ടമുള്ള ഒരു റൂമാണ് കേട്ടത്. അമ്മയുടെ വീഡിയോസിലായാലും കൂടുതൽ കാണാൻ ഇവിടെ തന്നെയാണ്. പിന്നെ അമ്മ ഐബ്രോ ഒക്കെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് വന്നു. ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ സാരി എടുത്തു. റെഡ് സാരിയും ബ്ലാക്ക് ഷർട്ടും ഇട്ടു. പ്ലാൻ ചെയ്യാത്താനും ഉണ്ടായിരുന്ന ഒരു പുതിയ ഷർട്ട് ആയിട്ടിട്ടു. ഞാനൊരു സാരിയും പുതിയത് ഇട്ടു. സെറ്റായി. ഇനി പോവാം നമുക്ക് കേക്ക് മുറിക്കാൻ. അമ്മച്ചനൊക്കെ ഉണ്ട്. പൊന്നേച്ചി ശോഭ സിറ്റിയിലുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതാ മാളിലൊക്കെ എത്തിയിട്ട് അപ്പം ഞങ്ങൾക്ക് നാളേക്ക് ട്രിപ്പ് പോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ആദ്യം വിചാരിച്ചു ഷോപ്പുകളൊക്കെ അടക്കിങ്ങോട്ട് മുന്നേ നമുക്ക് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാമെന്ന്. അപ്പം ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നുണ്ട്. നിങ്ങളെ ഞാൻ വീഡിയോ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഏട്ടൻ വെറുതെ ഇങ്ങനെ കളിയാക്കാൻ വേണ്ടി ഇങ്ങനെ കറക്കിയിട്ടൊക്കെയാണ് നടക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുണുക്കനാണ് ഈ വീഡിയോ എടുത്ത് കൊടുക്കുന്നത്. ഏട്ടൻ ഡ്രസ്സ് ഇട്ട് നോക്കുമ്പോൾ കുണുക്ക അവിടെ പോയി നിന്നിരുന്നു കേട്ടോ. പിന്നെ അച്ഛൻ എന്താ ഏട്ടൻ്റെ ഷർട്ട് കാണാൻ ഭംഗിയുണ്ടെന്നൊക്കെ പറയുന്നു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തു. അമ്മ അവിടെ ബില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ ഡ്രസ്സൊക്കെ അമ്മ എടുത്തു തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കേക്ക് വാങ്ങാൻ പോയതാണ്. കുണുക്കനും കുണിക്കും കാത്തൂനൊക്കെ ഐസ്ക്രീമും. അപ്പോഴേക്കും പൊന്നേച്ചി ഷെബിൻജാനും കാർത്തുമൊക്കെ
സിനിമ കയറിയിട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി ഉണ്ടായിട്ട് അപ്പോൾ അവരോട് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ കാർത്തുമ്മ എൻ്റെ അടുത്ത് ഓടി വന്നിരുന്നു കേട്ടോ വേഗം. എന്നിട്ട് അവർക്കൊക്കെ ഐസ്ക്രീമൊക്കെ വാങ്ങി കൊടുത്തിട്ട് അവരൊക്കെ കുറച്ച് കഴിച്ചോളൂ, ബാക്കിയൊക്കെ ഞങ്ങൾ തന്നെ കഴിച്ചു. അപ്പോൾ ഞങ്ങൾ മേലേക്ക് നേരെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങി വെക്കാം, എന്നിട്ട് കേക്ക് കട്ട് ചെയ്യാന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഫുഡ് എന്താ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യാണ്. പിന്നെ കാർത്തുമ്മ എപ്പോഴും എൻ്റെ അടുത്തുണ്ടാവും കേട്ടോ. അവള് എന്നെ കണ്ടാൽ പിന്നെ അവൾ എൻ്റെ അടുത്തൊന്നും മാറില്ല. കാർത്തൂനെ ഇങ്ങനെ അധികം ഈ വശം കാണാനും പറ്റിയില്ല. കാർത്തൂൻ തിരക്കിലായിരുന്നു, ഞാനും തിരക്കിലായിരുന്നു. കാർത്തു ഇപ്പം കൂടി വിളിച്ചപ്പോൾ പറഞ്ഞോളൂ മേമ വായു അങ്ങോട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ കുണിക്കുമ്പോഴും പിന്നെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ ഇങ്ങനെ കുറേ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഫുഡ് ഓർഡർ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ കാർത്തൂനോട് എന്താ ഫുഡ് വേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് നടക്കുകയാണ് ഞാൻ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നെയ്ച്ചോറും കാര്യങ്ങളും അങ്ങനത്തെ ഫുഡുകളൊക്കെയാണ് വാങ്ങി വെച്ചത് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഫുഡായതുകൊണ്ട് അങ്ങനെ ഷോപ്പുകളിൽ കയറി നടക്കുകയാണ്. കുണുക്കിന് ബർഗർ, കുണിക്ക് പിസ്സ, അങ്ങനത്തെ ഓരോ ഫുഡുകളായിരുന്നു കേട്ടോ ഞങ്ങൾ വാങ്ങിയതൊക്കെ. അത് കഴിഞ്ഞ് ഫുഡൊക്കെ വാങ്ങി വന്ന് അതിൻ്റെ ഇടയിലായിട്ട് തന്നെ എന്നെ വീഡിയോ എടുക്കേണ്ടത് ഇത് പൊന്നേച്ചെടുത്തുന്ന വീഡിയോ ആണ് കേട്ടോ. അത് ഇയാൾ നിന്നു എന്നിട്ട് അങ്ങനെ കേക്കൊക്കെ വാങ്ങി കേക്ക് മുറിക്കാൻ നിൽക്കുകയാണ്.
കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞ് കഴിച്ചുകൊണ്ടിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് ചേച്ചി ഗിഫ്റ്റ് തരാൻ മറന്നു എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ കാർത്തുമ്മ എന്താ കുഞ്ഞിന് ഗിഫ്റ്റ് കൊടുക്കുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് പൊന്നിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും ഏട്ടനും ഓരോ ഗിഫ്റ്റ് പൊന്നിച്ച് വാങ്ങിയിട്ടുണ്ടായിട്ടാ. അപ്പോൾ ഏട്ടനുള്ള ഗിഫ്റ്റ് കാർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്കും ഗിഫ്റ്റ് തന്നു. വേറെ വാച്ചാണ് കേട്ടോ. അപ്പോൾ എനിക്കും ഏട്ടനും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് വാച്ച്. അപ്പോൾ ചേച്ചി നല്ല അടിപൊളി വാച്ചൊക്കെ ഗിഫ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗിഫ്റ്റ് കണ്ടുകൊണ്ടാണോന്ന് അറിയില്ല, ക്ഷമയൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ തന്നെ ഞങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കി. വന്നിട്ട് വാച്ചൊക്കെ നോക്കിയപ്പോഴാണ് സമാധാനം ഇത്. അപ്പോൾ കുണുക്കിനെ എൻ്റെ കൂടെ ഇരുന്ന് നോക്കുന്നുണ്ട് കേട്ടോ. കുണുക്കിന് സമാധാനമില്ല അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാണ്ട്. കാർത്തു ഇവർ സർപ്രൈസായി വെക്കാമെന്ന് വിചാരിച്ചാലും പക്ഷെ കാർത്തു എന്നോട് ആദ്യം തന്നെ വന്നു പറഞ്ഞു കേട്ടോ, കുഞ്ഞനും പാപ്പിച്ചും വാച്ച് വാങ്ങി വെച്ചിട്ടുണ്ടെന്ന്. ഞാനും ചേച്ചി വേറെ കവറൊക്കെ വെച്ച് കവർ ചെയ്തതാണ്. പക്ഷെ കാർത്തു വേഗം തന്നെ വന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു വൈറ്റ് വാച്ചാണ്. എനിക്ക് വൈറ്റ് ഇല്ല, ഗോൾഡൻ കളറും വേറെ കളറുകളൊക്കെ ഉണ്ടെങ്കിലും വൈറ്റ് വാച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാന്. അതിന് ഏട്ടൻ്റെ വാച്ച് തുറന്നു. ഏട്ടൻ്റെ ഒരു ബ്രൗണും ഒരു ഗ്രീനും കൂടിയിട്ടുള്ള ഒരു വാച്ചാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനെ എനിക്ക് കാണിച്ചു തരാണ്. എൻ്റെ വാച്ചാണ് ഞാൻ ഏട്ടന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഒന്നുകൂടി തുറന്നതൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങളിതാ ഫുഡ് അടിക്കലാണ്. അപ്പോൾ കാർത്തുമ്മ എൻ്റെ മടിയിലിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റൊന്നും കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങളൊന്നും വാങ്ങി വെച്ചില്ല, ടൈമൊന്നും കിട്ടിയില്ല നമുക്ക്. ഇനി എന്തായാലും അടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് അതൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ ഞങ്ങൾ എന്തായാലും വിചാരിച്ച് നമുക്കൊരു ചെറിയ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകാമെന്ന്. അപ്പോൾ ഇതാരാ അമ്മയാണെന്ന് തോന്നുന്നു കുണിക്കുമോളിനൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുണിക്കുമോൾ ഞങ്ങളുടെ ഇടയിലിരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ട്. കുണുക്കിന് ഇപ്പുറത്തിരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കഴിച്ച് തുടങ്ങിയിട്ടുണ്ടായില്ല കേട്ടോ. ഞാൻ കാർത്തൂന് കൊടുക്കണ തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ലൊരു ടൈമായിണ്ടായിട്ട് ഒരു 10-11 മണി ആയിണ്ടായി. ഓരോ ഷോപ്പിലായിട്ട് മെല്ലെ മെല്ലെ ക്ലോസ് ചെയ്യണ്ടായിട്ട് നമ്മൾ നല്ലോണം ലൈറ്റായി. പിന്നെ കാർത്തുമ്മയും കുണുക്കിനും അവിടെ ഇരുന്നിട്ട് വേറൊരു ഉണ്ണി ഉണ്ടായിട്ട് ആ ഉണ്ണിയുടെ കൂടെയൊക്കെ ഇരുന്ന് കളിക്കായിരുന്നു കാർത്തൊക്കെ. അത് കഴിഞ്ഞിട്ട് കാർത്തു വന്നിട്ട് പിന്നെ പിസ്സ കഴിക്കുകയാണ്. കുണുക്കിക്ക് പിന്നെയാണ് പിസ്സ വേണമെന്ന് പറഞ്ഞ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ കാർത്തോടെ ഇരുന്ന് പിസ്സ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ പോയി വന്നു. ചെമ്പസിറ്റി പോയി കേക്കൊക്കെ മുറിച്ച് വന്നു കേട്ടാ. അപ്പം അങ്ങനെ സത്യം പറഞ്ഞ ഒരു കൊല്ലായി എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്നായില്ല ഒരു കൊല്ലം ഇങ്ങനെ ആക്കുന്ന നേരത്തിന്റെ ഉള്ളിൽ പോയി അല്ലേ. പിന്നെ ഞാൻ തന്നെ ഇന്നലെ വെഡിങ് ആനിവേഴ്സറിക്ക് ഫോട്ടോ സ്റ്റോറി ഇടുമ്പോൾ എന്നോട് ചോദിക്കുന്നു ഇന്നല്ലേ ഒരു കൊല്ലായ. എന്നുവെച്ചാൽ നമുക്ക് ഒരു കൊല്ലായ പോലെ ഫീൽ ചെയ്യണില്ല അല്ലേ. പക്ഷെ ഭയങ്കര ഒരു ഇത് തന്നെയാണ് കേട്ടോ ഒരു കൊല്ലം എന്ന് പറയുമ്പോ. അവിടെ ഉണ്ടാവും ഒരു കൊല്ലം ഒരു ദിവസം പോലും മാറി നിന്നിട്ടില്ല അല്ലേ. രാത്രി ഒരു ദിവസം പോലും നമ്മളതിനെ മാറി നിന്നിട്ടില്ല. ഫുൾ ടൈം നമ്മൾ ഒരുമിച്ചുണ്ടാവും. അർക്കിന് പോണ നേരത്ത് മാത്രമേ ഉണ്ടാവാണ്ടിരിക്കുള്ളൂ. അങ്ങനെയൊക്കെ ആയിരുന്നു. അടിപൊളിയായി. ഒരു കൊല്ലം കൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങള് നമുക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ നേടിയെടുത്തു. കുറേ കാര്യങ്ങള് പഠിച്ചു. കുറേ സന്തോഷങ്ങളുള്ള നിമിഷം. പിന്നെ തല്ലുകൂട്ടങ്ങള് അല്ലേ. കുഞ്ഞു തല്ലുകൂട്ടങ്ങള്, വലിയ തല്ലുകൂട്ടങ്ങള്, സന്തോഷം. പിന്നെ അങ്ങനെ എല്ലാം സ്നേഹം നിറഞ്ഞതും എല്ലാം കൊണ്ട് ഒരു കൊല്ലം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തട്ടുമുട്ടൊന്നുമില്ലാണ്ട് പോയി. പിന്നെ പല ആഗ്രഹങ്ങളും നടന്നു ജീവിതത്തില് അല്ലേ. അതായത് എക്സ്പെക്ട് ചെയ്യാത്ത ഈ പറഞ്ഞ പോലെ ഒരു വെഡിങ് കമ്പനി ഇത്ര ഒരു വർഷം കൊണ്ടാണ് നമ്മ ഉണ്ടാക്കിയെടുത്തത് അല്ലേ. ഭയങ്കരമായിട്ടൊരു ഹാർഡ് വർക്കിന്റെ ഇടയ്ക്ക് മറ്റേ കമന്റ് എന്തോ വരാറുണ്ട് ഇങ്ങനല്ലേ, എത്ര ഹാർഡ് വർക്ക് കപ്പിൾസ് എന്തോ ആരാണ് അത് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെ വളരെ നന്ദി. അല്ല നമ്മള് ഇപ്പൊ ഒരു കൊല്ലം ഇപ്പൊ പെട്ടെന്ന് പോയെനിക്ക് തോന്നുന്നത് ഇങ്ങനെ നമ്മൾ എപ്പോഴും ബിസി ആയി നടന്നുകൊണ്ടായിരിക്കട്ടെ. ചിലപ്പോൾ നമുക്കിങ്ങനെ വീട്ടിലിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ഒരു കൊല്ലം പോണത് അറിയും. ഇതിപ്പോ ദിവസങ്ങളും മാസങ്ങളും പോണത് ഇപ്പൊ ജനുവരി തുടങ്ങിയത് കഴിഞ്ഞത് അറിഞ്ഞില്ല അല്ലേ. ഇപ്പൊ അങ്ങനെയാണ് ഓരോ ഈ ഒരു വർഷത്തിൽ ഒരു മാസം അവിടെ കഴിഞ്ഞു. അത് നമ്മൾ അറിയുന്ന തന്നെ ഇല്ല. പണ്ടൊക്കെ ഞാൻ ചിന്തിക്കും ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഓരോ ദിവസം എങ്ങനെയാ പോയിരുന്നത് ഇങ്ങനെ നീര് വരലോണ്ട് ഇതുപോലെ. ഇപ്പൊ ഇങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും സമയങ്ങളൊക്കെ പോവാണ്. ഒരു കൊല്ലം പക്ഷെ ഭയങ്കര ഹാപ്പിയാണ് ഒരു കൊല്ലം അല്ലേ. എനിക്കില്ലേ എന്നാലും ഒരു കൊല്ലം അടിപൊളിയായി പോയില്ലേ. തകർത്തു.
ഞങ്ങൾക്കാണ് ഈ പ്രാവശ്യം നല്ല നല്ല ഷൂട്ടുകൾ ചെയ്യാൻ പറ്റി അല്ലേ? യെസ്. ഇനി ഇതേപോലെ കുറേ കൊല്ലങ്ങൾ ഒരുമിച്ച് പോട്ടെ. ഞങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുട്ടാ. പക്ഷെ അതൊക്കെ ആലോചിക്കുമ്പോ ഇന്നലെ കഴിഞ്ഞ സംഭവങ്ങൾ പോലെ അല്ല സത്യം ഇങ്ങനെ കൊറേ പറയുന്നത് വേറൊന്നല്ലാണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ ശരിക്കും വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ് പിറ്റേ ദിവസമായി അല്ല 4-ാം തീയതി 12 മണി ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. നമ്മള് ഷോപ്പ് സിറ്റിയിൽ പോകുമ്പോൾ തന്നെ നല്ല വൈകിയുണ്ടായി. പിന്നെ പൊന്നിച്ചും ചേട്ടനൊക്കെ അവിടെ ഉണ്ടായി. അങ്ങനെ അത് കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോ ഇപ്പൊ ഒരു സമയമായിട്ടാ. നാളെ നമുക്ക് ട്രിപ്പ് പോണം. ട്രിപ്പിനുള്ള കാര്യങ്ങളൊക്കെ റെഡി കൊറേ ഡ്രസ് എടുക്കാൻ കയറി പക്ഷെ കിട്ടിയില്ല. ഞാൻ വന്നൊരു ബൈക്കിനാ വന്നേ. അപ്പൊ ഇത് വലിയ ആവശ്യമായിരുന്നു അപ്പൊ നമ്മള് ട്രിപ്പിന് പോകുമ്പോ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി കയറി. പക്ഷെ ഒന്നും കിട്ടിയില്ല. ഏട്ടന് 2 പാന്റ് മാത്രം കിട്ടി. എനിക്കൊന്നും കിട്ടിയില്ല. നാളെ ഇനി പോണ വഴിക്ക് വേണം എടുക്കാൻ. അങ്ങനെയൊക്കെയായിരുന്നു. ഞാൻ പിന്നെ നല്ല സാരി ഒക്കെ എടുത്തിട്ട റെഡ് സാരി. വേറെ ഒന്നുമില്ല, കൊടുങ്ങല് കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം എന്തൊരു പരിപാടിക്കും റെഡ് വരുന്നുണ്ട് എനിക്ക്. കൊടുങ്ങൽ അമ്മയ്ക്ക് എന്നെ എന്തായാലും ഭയങ്കര ഇഷ്ടമാണ് സത്യത്തില്. ഇപ്പൊ നമ്മളെ ആ ഫസ്റ്റ് ഫംഗ്ഷൻ അങ്ങോട്ട് വരുന്ന ഫംഗ്ഷൻ അത് തൊട്ടേ എന്റെ ഡ്രസ്സും ഒരു റെഡ് കളർ വന്നിട്ടുണ്ട്. ആലോചിക്കുമ്പോ അല്ലേ, ഇപ്പൊ എന്തൊരു നല്ല പരിപാടി വരുമ്പോഴും റെഡ് കളറിലേക്ക് പോകുന്നുണ്ട് കേട്ടാ. ഇപ്പൊ നമ്മുടെ ഓപ്പണിങ്ങിനായാലും വിചാരിക്കാതെ റെഡ് കളറിലേക്ക് നമ്മളിങ്ങനെ പോകുന്നത്. ഇപ്പൊ ഇത് പ്ലാൻ ചെയ്ത് വെച്ചൊന്നല്ല. ഇവിടെ ഒരു പുതിയ സാരി ഇരിക്കണ്ടേ, അപ്പൊ അതെടുത്തെടുത്തു. അപ്പൊ അതും റെഡിലേക്ക് വന്നു. അങ്ങനെ അപ്പൊ ഞാൻ വേറെ ഒന്നല്ല സാരി എടുത്തു. എപ്പോഴും നമ്മൾ ഈ ചുരിദാറും മോഡൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടല്ലേ പോവാ. വെറൈറ്റി ആവട്ടെ എന്ന് വെച്ചിട്ടാണ്. പിന്നെ ഏട്ടന് നല്ല പുതിയൊരു ഷർട്ട് ഇരുന്നിരുന്നു. ബ്ലാക്ക് ഇടണ്ടെന്ന് വിചാരിച്ചാണ് വെഡിങ് ആനിവേഴ്സറിയായിട്ട്. എന്നാലും കുഴപ്പമില്ല. നമ്മളൊന്നും ഒരു കാര്യം പോലും പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. ഇങ്ങനെ ഒരു ദിവസം എന്തെങ്കിലും ഏട്ടൻ നമുക്ക് എന്താ വെഡിങ് ആനിവേഴ്സറി ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ പറയും. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞാൽ അത് വിടും. പിന്നെ നമുക്ക് അപ്പം ആവട്ടെ അപ്പം ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ കൊണ്ടേ പെട്ടെന്നാണ് വെഡിങ് ആനിവേഴ്സറി. അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തില്ലെങ്കിലും നല്ല രീതിയിൽ സന്തോഷമായി കാര്യങ്ങളൊക്കെ നടന്നു. അങ്ങനെ കുണിക്ക് സത്യം പറഞ്ഞ് വിഷമിച്ച് പോയി എടുക്കട്ടെ. നാളെ കുണിക്കരോട് ശരിക്കും പറഞ്ഞിട്ടില്ല, വർക്ക് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന പറഞ്ഞു. പക്ഷെ എന്നാലും അവനറിയാം ഉള്ളില് പോകും എന്ന്. അതിന്റെ വിഷമത്തിലാണ് കുണിക്കനാണ് വിഷമിച്ചിട്ട് പോയി കമ്മന്ന് എടുക്കുന്നു. മുഖത്തേക്കൊന്നും നോക്കാണ്ട് കാർത്തുമ്പോ ഇതെട്ടാ കുഞ്ഞ് ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഇപ്പൊ എനിക്കായാലും ഒരു 5-6 ദിവസം നിന്നിട്ട് പോകുമ്പോ ഞാൻ അവിടെ പോയി കുറച്ച് സ്റ്റാർട്ടിങ്ങിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവും, കുറച്ച് കാര്യങ്ങളൊക്കെ തുടങ്ങാൻ. പിന്നെ നാളെ നേരെ ട്രിപ്പിലായോണ്ട് നമ്മൾ നാളത്തെ ദിവസം അറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ സമയങ്ങളൊന്നും ഇല്ല, ചിരിക്കാനുള്ള സമയമില്ല. പിന്നെ 10-ാം തീയതി ഇങ്ങടെ തന്നെ വരണം. ഏട്ടന് ഇവിടെയാണ് വർക്ക്. അപ്പൊ ഏട്ടന്റെ ഫ്രണ്ടിന്റെ വർക്ക് ഇവിടെയാണ്. പിന്നെ കുണിക്കല് ആനുവൽ ഡേ ആണ് 11-ാം തീയതി. അപ്പൊ ഏട്ടൻ വർക്കിന് പോയാൽ ഞാൻ കുണിക്കല് ആനുവൽ ഡേക്ക് പോകും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതിനും ഇരിക്കാനൊന്നും സമയമില്ല. അപ്പൊ എനിക്കിപ്പൊ ആലോചിക്കുമ്പോ തന്നെ ആലോചിക്കും ഇനി റെസ്റ്റ് എടുക്കാനുള്ള സമയമില്ല. നാളെ ദിവസമാണ് റിസോർട്ടിൽ പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കാം. കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ റെസ്റ്റ് എടുക്കാനുള്ള സമയമുള്ളൂട്ടാ. അപ്പൊ അങ്ങനെ ചൂട് എടുക്കണം. ഫാൻ ഇടാത്താനേ ഭയങ്കര ചൂട്. ഞാനാണെങ്കിൽ ഈ സാരി എടുത്തിട്ട് നയിച്ച് കളഞ്ഞാൽ മതി. സാരി വെയിറ്റൊന്നുമില്ല, പക്ഷെ അടിപ്പാവിടെ കേട്ടിട്ട് ഭയങ്കര ടൈറ്റ്. മാലല്ലേ? എനിക്ക് നല്ല ഇഷ്ടം. നല്ല സിമ്പിൾ മാല. അങ്ങനെ 2 ദിവസങ്ങളായിട്ട് പച്ചമാല എങ്കിൽ പച്ചക്കമ്പലൊക്കെ ഇട്ട് നടക്കുക. ഇത് കുറച്ച് കുഞ്ഞ് നന്നായിട്ടുണ്ടോ ഇല്ലെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. വണ്ണം കുറഞ്ഞെന്ന് പറഞ്ഞ ഇപ്പൊ അത്യാവശ്യം വണ്ണം വെച്ചിട്ടുണ്ട്. ക്ഷീണം മാറി ഫേസിലിട്ടാ. അപ്പൊ ക്ഷീണം മാറിയപ്പോ തന്നെ എനിക്ക് തന്നെ എന്റെ മുഖം പിന്നെ ഒരു പണ്ടത്തെ ഒരു ഇതിലേക്ക് തിരിച്ചു വന്ന പോലെ നല്ല പഴയയിലേക്ക് വരുമ്പോ ഞാൻ ഹെയർ കട്ടൊക്കെ വളർത്താൻ ഇങ്ങനെ ഇരിക്കണ കേട്ടാ. പഴയ ക്ഷീണം മാറിക്കാണ് എല്ലാം ചെയ്തേക്കണം. ഞാൻ പഴയ നല്ലോണം ഹെയർ പക്ഷെ ഇനി നമ്മൾ ക്ഷീണിക്കട്ടെ. എന്താ വെച്ചാൽ കണ്ടിന്യൂസ് വർക്കാകുമ്പോ നമ്മളിപ്പോ ഈ 5 ദിവസം കുറച്ച് കുഴപ്പമില്ലാണ്ട് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടാണ് നമുക്ക് ക്ഷീണം അധികം മാറിയത്. എന്നാലും മാക്സിമം നമ്മൾ സ്പീഡില് എല്ലാം കാര്യം ചെയ്താലും നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ സമയം വെക്കണം അല്ലേ? അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ചൂട് ഉറങ്ങാം. അപ്പൊ ഇന്നത്തെ ഉറങ്ങലൊന്നും കിടന്നിട്ട് എനിക്കെന്ന് വെച്ചൊരു സ്വഭാവം ഉണ്ടിട്ട് ഇങ്ങനെ
എന്തൊരു കാര്യം കഴിഞ്ഞ കൊല്ലത്തേക്ക് ഇങ്ങനെ ആലോചിച്ച് ഇനി കിടക്കും അല്ലേ? അതെ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞങ്ങളുടെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം. ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലേക്ക് കിടക്കുന്നുണ്ട്. അപ്പൊ കാണാൻ നല്ല ലൈക്കും കാര്യങ്ങളൊക്കെ നല്ല 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 കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഭയങ്കര ഹാപ്പിയായി. നല്ല കൊറേ വിഷസ് അതിൽ വരുന്നുണ്ട് വീഡിയോക്ക്. എന്തോരം വിശ്വാസം കൊടുക്കാൻ ആശ കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം ദൂരം കമന്റ്സും പിന്നെ ഫസ്റ്റ് വീഡിയോ ആൻസർ ആയതുകൊണ്ട് ഭയങ്കര വിശ്വാസം വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും വിഷ് ചെയ്ത് ഞങ്ങളുടെ താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് എത്ര ഉള്ളൂ അല്ലേ? അപ്പൊ അടുത്ത വീഡിയോ ഞങ്ങൾ ഇവിടുന്ന് ട്രിപ്പ് പോവാണ്. അപ്പൊ ട്രിപ്പിന്റെ വീഡിയോ അടുത്ത കൊറേ നാൾക്ക് ശേഷം, കൊറേ നാളായി എല്ലാരും എല്ലാരും ഞങ്ങൾ ട്രിപ്പ് എല്ലാരും തന്നെ മറന്നുപോയി അല്ലേ? 6 മാസമൊക്കെ ആയിട്ടുണ്ടാവും മാക്സിമം നമ്മള് ട്രിപ്പ് പോയിട്ട്. അപ്പൊ ട്രിപ്പ് മടുത്തിട്ട് നിർത്തി വെച്ചാണ് കേട്ടോ. ഇപ്പൊ പിന്നെ ട്രിപ്പിനോട് ഇഷ്ടം വന്നിട്ടുണ്ട്. ഇനി പറ്റാൻ അടുപ്പിച്ച് പോവാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. അപ്പൊ നാളത്തെ ട്രിപ്പിന്റെ വീഡിയോസ് ഒക്കെ വരും. ഇന്നത്തെ വീഡിയോ നിർത്താം. Sign out. Bye.